ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സമയത്ത് അറിയേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അതിലൊന്നാമത്തേത്, കോളേജുകളിലേക്ക് കീം സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് നമ്മൾ ഒന്നുകൂടി വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ലാസ്റ്റ് ചെക്ക് ലിസ്റ്റ് ആയിട്ട് അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, എന്ന് ക്ലാസ്സുകൾ തുടങ്ങും. മൂന്നാമത്തേത്, ഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ 3 കാര്യങ്ങളിലേക്കും വരാം. വീഡിയോ മുഴുവനായും കാണുക. വെറും 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടും. കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിലും അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിലും കീം ആസ്പിരന്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ഒന്നാമത്തേത് ഡോക്യുമെന്റ്സ് ആണ് മക്കളെ. നിങ്ങൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് കീമിന്റെ സൈറ്റിൽ നിന്ന് 2 എണ്ണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതൊന്ന് ഡേറ്റ ഷീറ്റ് ആയിരിക്കണം, ഇപ്പോൾ മെനുവിലുണ്ട്. രണ്ടാമത്തത് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് മെമ്മോ ആയിരിക്കണം. അത് കൂടാതെ നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ SLC, അതായത് 10th മാർക്ക് ലിസ്റ്റ്, +2ന്റെ മാർക്ക് ലിസ്റ്റ്, മറ്റേ 10th സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റും കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയതിൻ്റെത്, പിന്നെ വേറെ ഏതെങ്കിലും ബോഡിയിൽ നിന്നാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കുറഞ്ഞത് ഒരു 4-5 എണ്ണം എടുത്ത് വെച്ചേക്കാം. ആധാർ കാർഡും ഒറിജിനലും കോപ്പിയും കയ്യിൽ കരുതുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച അറ്റസ്റ്റഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് EWS ഒക്കെ ആണെങ്കിൽ അതിന്റെ കാറ്റഗറി വൈസുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, ബട്ട് സം NRI ലൈക്ക് അങ്ങനെയുള്ള കോട്ടയിലൂടെ ഉള്ളവർക്ക് അത് വേണം. ഇനി സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സ് ആ കോട്ടയിലൂടെ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് വേണം. അത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ അലോട്ട്മെന്റ് മെമ്മോ, ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയസിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, മീൻസ് അതർ സ്റ്റേറ്റിൽ നിന്നോ അതർ എന്തെങ്കിലും റിസർവേഷനോ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പല കോളേജുകളും ചോദിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ എനിക്ക് ഫോം കിട്ടും. അത് ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അടുത്തുള്ള മെഡിക്കൽ ഓഫീസറിന്റെ കയ്യിൽ നിന്ന് അറ്റസ്റ്റഡ് അല്ലെങ്കിൽ സൈൻഡ് മേടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ദെൻ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികൾക്കും വേണ്ട, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്യാപ്പ് വന്ന ചില കുട്ടികൾക്ക്, അതും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. ഇത് കൂടാതെ ഫീ പേയ്മെന്റ് റെസിപ്റ്റ്, നിങ്ങൾ സിഇക്ക് അടച്ചതും അതുപോലെ തന്നെ അല്ലാതെ ടോക്കൺ ഫീസും ഒക്കെ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഡോക്യുമെന്റ്സിന്റെ കേസിൽ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ്, സിഇക്ക് അടയ്ക്കേണ്ട ഫീസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് മെമ്മോയിൽ ഒരു അഡീഷണൽ ഫീസിന്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എത്ര രൂപ കയ്യിൽ കരുതണം എന്നറിയാൻ വേണ്ടി അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫോർ എക്സാമ്പിൾ CETയുടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടാകും, അവിടെ എത്രയാണ് PTA ഫണ്ട്, 16,000 സംതിങ് ആണ്. യെസ്, എനിക്ക് ഇപ്പോഴത്തെ കറക്റ്റ് അറിയില്ല. അതുകൂടാതെ അവിടുത്തെ ടെക്നിക്കൽ ഫീസ്, ടെക്നിക്കൽ ആനുവൽ ഫെസ്റ്റിൻ്റെ ഒക്കെ ഫീ, അപ്പോൾ അങ്ങനെ കുറച്ച് കോമ്പോണൻസ് ഉണ്ടാവും. മീൻസ് ആ കോളേജിൽ നമ്മൾ അടയ്ക്കേണ്ടത്. അത് നിങ്ങൾക്ക് റിസർവേഷനോ അല്ലെങ്കിൽ ഇൻകമൊക്കെ നോക്കിയിട്ട് ചിലർ പരിഗണനയും തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടത് സിഇക്ക് അടച്ചു കഴിഞ്ഞു. അത് കൂടാതെ അവിടുത്തെ ട്യൂഷൻ ഫീസും മെസ് ഫീസും, അതല്ല എങ്കിൽ ഈ പറയുന്ന പോലെ PTA ഫീസ് അടക്കമുള്ള മറ്റ് ഫീസുകളും കോർപ്പറേറ്റ് ഫീസും കോർപ്പറേറ്റ് സൊസൈറ്റിക്ക് ചില കോളേജുകളിൽ അടയ്ക്കേണ്ട ഫീസുകൾ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം ചേർത്തിട്ട് ഏകദേശം ഒരു 20,000 25,000 സാധാരണ ഗവൺമെന്റ് കോളേജുകളിൽ ആകാറുണ്ട്. അത് ചിലത് അത്രയും അടയ്ക്കേണ്ടിയും വരുന്നില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ പാരൻസുമായിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്ന് ക്ലാസ്സുകൾ തുടങ്ങുമെന്നാണ്. 24-ാം തീയതി വരെ നിങ്ങൾക്ക് പ്രവേശനം നേടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രൊസീജിയറൊന്നുമില്ല. നിങ്ങൾക്ക് ഓഗസ്റ്റ് 1st വീക്കിൽ തന്നെ ഇത്തവണ AICTEയുടെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് KTU കഴിഞ്ഞ വർഷമൊക്കെ എടുത്താലും ഏകദേശം കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഇത്തവണ നമുക്ക് എന്തായാലും അത്തരത്തിലുള്ള ഡിലേ ഇനി ഉണ്ടാവില്ല. കാരണം ഓൾമോസ്റ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം അറ്റ് ദി ക്ലൈമാക്സ് ആണ്. സോ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് കാണാൻ തൽക്കാലം നിർന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. ഓൾ ദി ബെസ്റ്റ്.